ഓരോ കൊലപാതകവും ഓരോ കഥകളാണ്. അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തൃശ്ശൂരിൽ നഗരമധ്യത്തിൽ ഉണ്ടായ ഒരു കൊലപാതകത്തെ പറ്റിയാണ്. പല കഥകൾ പോലീസ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട മോട്ടീവിനെ പറ്റി പറയുന്നുണ്ട്. ആ കൊലപാതകത്തിൽ നയിച്ച കാരണങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നലത്തെ വാർത്ത ഞാൻ കാണുമ്പോൾ അതിൽ കാണുന്നത് അനാശാസ്യ പ്രവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കൊലപാതകത്തിലേക്ക് എത്തിയെന്നാണ്. പിന്നീട് പോലീസ് കഥ മാറ്റിയിട്ട് പറയുന്നു സാമ്പത്തിക തർക്കമായിരുന്നുവെന്ന്. ഒരു കൊലപാതക കേസിൽ അതിനെ കൊലപാതകം ഇപ്പം നമുക്കറിയാം, ഇൻറ്റൻഷൻ എന്ന് പറയുന്നതാണ് കൊലപാതകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇൻറ്റൻഷനും നോളജും, ഒരു ഉദ്ദേശമുണ്ടായിരിക്കുക. ഇത് കാണുന്ന സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത്, ഇപ്പം നമ്മൾ ഒരാളുമായി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മരിക്കാൻ കാരണമല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ഒന്ന് പിടിച്ച് തള്ളുന്നു. ഈ തള്ളുന്ന വഴിക്ക് അദ്ദേഹത്തിന് കാല് തെറ്റി അദ്ദേഹം താഴെ വീണ് മരിക്കുകയാണെങ്കിൽ അതൊരു പൂർണ്ണമായ കൊലപാതകം എന്ന അർത്ഥത്തിൽ IPC ഒഫൻസ് പഴയ 302 അത് പോകില്ല. അതുകൊണ്ടാണ് ഞാൻ 302 പറയുന്നത്. ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് പെട്ടെന്ന് പിടികിട്ടാത്തതുകൊണ്ടാണ് ആ പഴയ സെക്ഷൻ തന്നെ പറഞ്ഞത് 302 പോകുന്നില്ല. കാരണം അവിടെ ഒരാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശവും നോളജും അവിടെ ഇല്ല. അതൊരു നരഹത്യ, ഒരു കൾപ്പബിൾ ഹോമിസൈഡ് മാത്രമാണ്. ഒരു മനുഷ്യനെ ഇൻറ്റൻഷൻ ഇല്ലാതെ കൊല്ലുകയാണ്. പക്ഷെ അതേപോലെ മർഡറിലേക്ക് വരുമ്പോൾ അത് കരുതിക്കൂട്ടി കൊലപാതകം എന്നാണ്. നമ്മൾ ആയുധം ഉപയോഗിച്ച് ഒരാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ കരുതലോടുകൂടി നമ്മൾ ഒരാളെ ആക്രമിക്കുകയും ആ അക്രമത്തിൽ ഒരാൾ പരിക്കേൽക്കുകയും ചെയ്യുന്നതാണ് മർഡർ എന്ന സോ കോൾഡ് 302 എന്ന് പറയുന്ന ഒഫൻസിലേക്ക് വരുന്നത്. ഇതാണ് മർഡറിൻ്റെയും ഒരു നരഹത്യയുടെയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്തിനാണ് ഇത് പോലീസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ശിക്ഷാവിധി എന്ന് പറയുന്നത് അതനുസരിച്ചായിരിക്കും. ഇപ്പോൾ 304 എന്ന് പറയുന്ന കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ ശിക്ഷയല്ല ഒരു മർഡർ കേസിൽ. മർഡർ കേസിൽ നമുക്കറിയാം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വരെ അവിടെ കൊടുക്കാൻ സാധിക്കും. വധശിക്ഷ വരെ കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യം എപ്പോഴും മർഡർ കേസിലുണ്ട്. പക്ഷേ കൾപ്പബിൾ ഹോമിസൈഡിൽ വധശിക്ഷയില്ല, ലൈഫ് ഇംപ്രിസൺമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതാണ് അത് നമ്മളെ വ്യത്യാസം. പോലീസ് ഈ കഥകൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോടതിയിലെത്തുമ്പോൾ ഈ പ്രതികൾക്ക് ശിക്ഷ കിട്ടണമെങ്കിൽ പ്രതികളുടെ വക്കീൽ കോടതിയിൽ ക്രോസ് വിസ്താരം ചെയ്യും, സാക്ഷികളായിട്ടുള്ള ആൾക്കാരെ ക്രോസ് വിസ്താരം ചെയ്യും, അതുപോലെ തന്നെ പോലീസുകാരെ ക്രോസ് വിസ്താരം ചെയ്യും. ആ ക്രോസ് വിസ്താരം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ സത്യസന്ധമായ അല്ലെങ്കിൽ സത്യസന്ധത ഉദ്ദേശിക്കുന്നത് കേസ് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മോട്ടീവ്, ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ ഒരു കേസ് സംശയാതീതമായി തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മർഡർ കേസ് മാത്രം, ഏത് ക്രിമിനൽ കേസിലും പ്രതികളെ കോടതികൾ വെറുതെ വിടുന്നത് പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണ്ടിട്ടല്ല. അത് ഒരുപാട് ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ജഡ്ജി ഒരു കൊലപാതകം നേരിട്ട് കാണുന്നില്ല. ഒരു കൊലപാതകം സംഭവിച്ച് ഒരു 3, 4, 5 വർഷം കഴിയുമ്പോഴായിരിക്കും, അല്ലെ 1 വർഷമാണെങ്കിൽ പോലും കഴിയുമ്പോഴായിരിക്കും അത് വിചാരണ കോടതിയിലേക്ക് എത്തുക. വിചാരണ ജഡ്ജി നേരിട്ട് ഈ സംഭവം കണ്ടിട്ടില്ല. അവിടേക്ക് പോലീസ് പ്രതി എന്ന് പറയുന്ന ആളെയും അയാളെ ശിക്ഷിപ്പിക്കാൻ ആവശ്യമായ തെളിവുകളും കൊണ്ടുവന്ന് ഇത് കുറ്റം സ്ഥാപിക്കുകയാണ്. ഇതൊരു സാധാരണ കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. കുറ്റം സ്ഥാപിക്കുകയാണ്. ഇത് ഇന്ന കാരണം മൂലം ഇയാളെ കുറ്റം ചെയ്തു, അതിന് ഇന്ന സാക്ഷികളുണ്ട്, അവർ കണ്ട സാക്ഷികളാണ്, ഇതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ട്, പ്രതിയുടെ വിരലടയാളം സംഭവ സ്ഥലത്തുനിന്ന് കിട്ടി, അല്ലെങ്കിൽ മരണപ്പെട്ട ആളുടെ ദേഹത്തുനിന്ന് കിട്ടിയ രക്തം പ്രതിയുടെ രക്തവുമായി മാച്ച് ചെയ്യുന്നു. ഇങ്ങനെ ശാസ്ത്രീയ തെളിവുകൾ, നേരിട്ടുള്ള സാക്ഷിമൊഴികൾ, ഇതൊക്കെ ചേരുമ്പോഴാണ് പ്രതിയെ ശിക്ഷിക്കുക. വെറുതെ വിടുന്ന എപ്പോഴാണ്? ഇത് തെളിയിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ്. പോലീസ് കൊണ്ടുവന്ന തെളിവുകൾ സംശയാതീതമായി, ഇപ്പം 100 ഇതൊരു ചെയിൻ പോലെയാണ്. 1, 2, 3 എന്ന് പറയുന്നത് ചെയിൻ നമുക്ക് എണ്ണിയാൽ 1, 2, 3, 4 അങ്ങനെ 99 വരെയും പ്രതിക്ക് എതിരാണ്. പക്ഷെ ഒരു കാര്യത്തിൽ കോടതിക്ക് സംശയം വന്നാൽ ആ സംശയത്തിൻ്റെ ആനുകൂല്യം ഉണ്ടല്ലോ, ആ ആനുകൂല്യം പ്രതിക്ക് കൊടുക്കണം എന്നാണ് ലോകത്തിലെ എല്ലാ നിയമവ്യവസ്ഥയിലും പറയുന്നത്. ആ ആനുകൂല്യം കിട്ടുന്നത് കൊണ്ടാണ് പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ ആനുകൂല്യം ആരാ ഉണ്ടാക്കുക? ആ ആനുകൂല്യം എന്ന് പറയുന്നത് കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പോരായ്മകളും പ്രശ്നങ്ങളുമാണ്. ആ പോരായ്മകളും പ്രശ്നങ്ങളും പഴുതടച്ച് ചെയ്താൽ ഒരു പ്രതിയെ രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്നത് ക്രിമിനൽ ലോയറെ സംബന്ധിച്ച് സാധ്യമല്ല. അപ്പോൾ മാത്രമല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിധിന്യായത്തിൻ്റെ അവസാനം ഒരു ന്യായാധിപൻ എഴുതുന്നത് ഈ പ്രതി എന്ന് പറയുന്നത് തീർത്തും നിരപരാധിയാണ്, ഇയാൾ വിശുദ്ധനാണ്, ഇയാൾ കുറ്റമൊന്നും ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഞാൻ കാണുന്നില്ല എന്നതല്ല ഒരു ജഡ്ജ്മെൻ്റ് അവസാനം പറയുക. ഒരു പ്രതിയെ ക്രിമിനൽ കേസിൽ വെറുതെ വിടുന്നത് ന്യായാധിപൻ എഴുതി വെക്കുന്നത് ഇയാൾ വിശുദ്ധനാണെന്നും ഇയാൾ നന്മയുള്ള സത്യസന്ധനായ മനുഷ്യനാണ് എന്ന നിലയിലല്ല. മറിച്ച് ഈ കൊണ്ടുവന്ന തെളിവുകളിൽ ഒരുപാട് തെളിവുകളുണ്ട്, എന്നാൽ ശിക്ഷിക്കാൻ കഴിയുന്ന
തക്ക നിലയിലുള്ള തെളിവുകൾ പോലീസ് കൊണ്ടുവന്നതിൽ പരാജയപ്പെട്ടു എന്ന് കണ്ടാണ് പ്രതികളെ വെറുതെ വിടുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ കൊലപാതകത്തിലേക്ക് വന്നാൽ ഇവിടെ പോലീസ് ആദ്യം തെളിയിക്കേണ്ടത് ഇവിടെ ഈ സാമ്പത്തികമായ ആരോപണമാണെങ്കിൽ ആരിൽ നിന്ന് പണം വാങ്ങി, എന്ത് പണമാണ്, എന്ത് പണമിടപാടാണ്. ഇനി അനാശാസ്യ പ്രവർത്തനമാണെങ്കിൽ അവിടെ അത്തരത്തിലൊരു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നോ, അവിടെ അത്തരത്തിലുള്ള ബിസിനസ് നടത്തിയിരുന്നോ. അപ്പം നമുക്കറിയാം രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ കൺസെൻറ്റോടുകൂടി ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാൽ അതൊരു ഒഫൻസ് അല്ല. പക്ഷേ ഇമ്മോറൽ ട്രാഫിക്കിംഗ് ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. ആക്ട് പ്രകാരം ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അല്ലെങ്കിൽ പണം ഇടപാടിന് വേണ്ടി ഇത്തരത്തിൽ ശരീരത്തെ വിൽക്കുന്നത് ഒരു ഒഫൻസാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഒഫൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ പോലീസ് ഇവിടെ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. സാക്ഷികൾ ഈ വിഷയത്തിൽ ആവശ്യമാണ്. അങ്ങനെ തെളിയിച്ചാൽ സ്വാഭാവികമായിട്ടും അത് ഇതര സംസ്ഥാന തൊഴിലാളി എന്ന നിലയിൽ മാത്രമല്ല, ഏതൊരു മനുഷ്യൻ മരിച്ചാലും കൊലപാതകത്തിൽ മരണപ്പെട്ടാലും കൊല്ലപ്പെട്ടാലും അതിൻ്റെ ഒഫൻസ് എന്ന് പറയുന്നത് മർഡർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ 302 ആണ്. പ്രതികളെ അറസ്റ്റ് ചെയ്യും, അറസ്റ്റ് ചെയ്യുന്ന പ്രതികളെ റിമാൻഡ് ചെയ്യും, മജിസ്ട്രേറ്റ് കോടതിയിൽ അവരെ എത്തിക്കും. അവരെ 302 ഒഫൻസിലാണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. പോലീസ് വളരെ വേഗം അന്വേഷിച്ചാൽ കുറ്റപത്രം കൊടുത്താൽ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കുകയാണെങ്കിൽ വിചാരണ തുടങ്ങും. അതല്ല 90 ദിവസം കഴിഞ്ഞിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടിയവർ പുറത്തു വരും. പിന്നീട് വിചാരണ നടക്കും. വിചാരണ ഘട്ടത്തിലൊക്കെ ഈ സാക്ഷികളെ, പോലീസ് ഈ കേസിൽ സാക്ഷികളാക്കുന്നവരൊക്കെ കൂറുമാറാതിരിക്കാൻ കഴിയുന്ന സാഹചര്യം പോലീസ് ഉണ്ടാവണം. കോടതി എത്തിയാലും ഇത്തരത്തിലുള്ള ക്രോസ് വിസ്താര സമയത്ത് സാക്ഷികൾ മാറിയാൽ സ്വാഭാവികമായും അത് കേസിനെ ദുർബലപ്പെടുത്തും. അപ്പം തൃശ്ശൂർ എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇത്തരമൊരു മോട്ടീവുണ്ട്. ആ മോട്ടീവ് പോലീസ് ആ മോട്ടീവ് പൂർണ്ണമായും കുറ്റസ്ഥാപനത്തിൽ ചാർജിൽ അത് കൃത്യമായി തെളിയിക്കാൻ കഴിയണം. ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. മാത്രമല്ല ഇവിടെ വന്നുപോയവരുടെ CCTV ദൃശ്യം, ഇദ്ദേഹത്തിൻ്റെ മർഡറുമായി നടത്തിയ അതിൻ്റെ സമീപ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ ഉണ്ടാകുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, ഇതൊക്കെ ചേർന്നാണ് പ്രതിയെ ശിക്ഷിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വരിക. ഇതാണ് ഒരു മർഡർ കേസിൻ്റെ ട്രയലും അതിൻ്റെ വിചാരണ രീതികളും കേസിൻ്റെ കേസിൻ്റെ ഇത്തരത്തിലുള്ള അതിൻ്റെ വിധിയും ഒക്കെ വരുന്നത്. അപ്പോൾ മർഡർ കേസ് എവിടെ നടന്നാലും അതിൻ്റെ പിന്നിൽ ഒരു വലിയ മോട്ടീവും ആ മോട്ടീവിനെ സംബന്ധിച്ചുണ്ടായ ഒരു മർഡറും ആ മർഡറിൻ്റെ പിന്നിൽ വിചാരണയുമാണ് എന്നാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.